തന്നെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാരോടും നന്ദി പറയുന്നതായും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ വിജയം സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമുണ്ടായതാണ്. തൃശൂരിലെ തോൽവി പാർട്ടി സൂക്ഷ്മമായി പരിശോധിക്കും. ആലപ്പുഴയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചതും പരിശോധിക്കും. സംസ്ഥാനത്ത് CPIM വോട്ട് ബാങ്കിൽ വൻ ചോർച്ചയുണ്ടായിട്ടുണ്ടെന്നും കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ വിജയിച്ച UDF സ്ഥാനാർത്ഥിയുമായ കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ദേശീയ തലത്തിൽ കോൺഗ്രസ് നിങ്ങൾക്കറിയാം, ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡും ഇല്ലായിരുന്നു. ഇലക്ഷൻ്റെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം എടുത്തുകൊണ്ടുപോയി EDയും CBIയും ഇൻകം ടാക്സും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് ഭീഷണിപ്പെടുത്തി. കുറേ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസിൽ നിന്നും കുത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. നിർഭാഗ്യവശാൽ മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഒരേ ഒരു പക്ഷത്തു നിന്നു ഈ തെരഞ്ഞെടുപ്പിലുടനീളം. നരേന്ദ്രമോദി ഏത് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ പോളറൈസ് ചെയ്ത ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല BJP. അതിനെക്കുറിച്ച് പോലും ചർച്ചയോ ഡിബേറ്റോ നടത്താതെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ ഉറപ്പിച്ച് പറയുന്നു. അത് കോർപ്പറേറ്റ് സ്പോൺസേഡാണ്. ഞങ്ങൾക്ക് പണമില്ലായിരുന്നു, മാധ്യമങ്ങളില്ലായിരുന്നു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI അതുപോലെയുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളില്ലായിരുന്നു, CRPFും പോലീസും സന്നാഹവുമില്ലായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ പോലും എന്തിനേറെ പറയുന്നു, ഇത്രയേറെ വിദ്വേഷം പ്രസംഗിച്ചിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഇലക്ഷൻ കമ്മീഷനാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഇലക്ഷൻ തുടങ്ങിയതല്ല. ഞങ്ങളുടെ നേതാവിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ഹീനമായ പരാമർശങ്ങൾ ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു. അതൊരു ഐതിഹാസികമായ സംഭവമായി മാറി. ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്ക് ഉണർവ് നൽകിയ ആവേശമായി. പിന്നീട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രണ്ടാമത് ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി. എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കഴിയാവുന്ന റിസോഴ്സുകൾ വെച്ച് പോരാടി. ഞങ്ങൾ തിടുക്കത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. റിസൾട്ടിൻ്റെ അന്തിമമായ റിസൾട്ട് വരട്ടെ. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെല്ലാം ഭയപ്പെട്ടതുപോലെ ഇന്ത്യയിൽ ഭരണഘടന മാറ്റാൻ ആർക്കും കഴിയില്ല. ഇന്ത്യയിൽ അതുപോലുള്ള കരിനിയമങ്ങൾ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. ഇന്ത്യയിലെ ജനങ്ങളെ ഇതുപോലെ ഇനി EDയെയും CBIയെയും വെച്ച് പീഡിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇന്ത്യയിൽ ജനാധിപത്യം പ്രിവെയിൽ ചെയ്യും. ആ രീതിയിലുള്ള ഒരു ശ്രമത്തിന് കോൺഗ്രസ് അവസാന നിമിഷം വരെ പോരാടി. ഇനിയും അത് പോരാട്ടം തുടരും. കംപ്ലീറ്റ് ഒഫീഷ്യൽ മിഷനറി, ഇന്ത്യയിലെ മൊത്തം ഉദ്യോഗസ്ഥ മിഷനറി വാരാണസിയിലായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ അജയ് റായ് എന്ന് പറയുന്ന PCC പ്രസിഡന്റ് നടത്തിയ പോരാട്ടം, ഒന്നുമില്ലായ്മ നടത്തിയ പോരാട്ടം ആർക്ക് അവഗണിക്കാൻ പറ്റും? ഇപ്പോഴും ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശാവഹമായ നമ്പറുകളുണ്ട്. ഇനിയും പല റിസൾട്ടുകളും വരാനുണ്ട്, അന്തിമമായ റിസൾട്ടുകൾ വരാനുണ്ട്. ആ റിസൾട്ടുകൾ വരുമ്പോൾ വരട്ടെ. സ്വാഭാവികമായിട്ടും ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് നമ്മൾ കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ ഇപ്പം പറയാറുള്ളൂ. അത് ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രഭാവം അവിടെ കാണുന്നുണ്ട് നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ. അതിലുപരി അല്ലെങ്കിൽ എല്ലായിടത്തും കാണണമല്ലോ. അത് അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ മാത്രം കാണണ്ടല്ലോ. പക്ഷേ അത് എന്തൊക്കെയാണ് പാർട്ടിക്കകത്ത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് മൈന്യൂട്ട് തലത്തിൽ ഏറ്റവും ഡീപ്പായി പരിശോധിക്കും. ഒരു സംശയവും വേണ്ട. ശക്തമായ പരിശോധനയ്ക്ക് തൃശ്ശൂരിലത്തെ ഫലം വിലയിരുത്തപ്പെടും. അന്തിമ തിരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന് വേണ്ടി TDP ഉൾപ്പെടെയുള്ള ഏത് കക്ഷികളുമായും സംസാരിക്കുന്നതിൽ പ്രശ്നമില്ല. തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ഉണ്ടായതാണ്. തൃശൂരിലെ തോൽവി കോൺഗ്രസ് സൂക്ഷ്മമായി പരിശോധിക്കും. ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചതും പരിശോധിക്കും. സംസ്ഥാനത്ത് CPM വോട്ട് ബാങ്കിൽ വൻ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.